2026 മെയ് 6 ഹൈദരാബാദിൽ നടന്ന IPL മത്സരത്തിൽ മഴ കാരണം കളി ചുരുക്കിയപ്പോൾ ലക്നൌ സൂപ്പർ ജയന്റ്സ് LSG റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ RCB 9 റൺസിന് ഒരു കിടിലൻ വിജയം നേടി. മഴ കാരണം കളിയിലെ സാഹചര്യങ്ങൾ മാറിയതുകൊണ്ട് 49ാമത്തെ ഈ മത്സരത്തിന്റെ വിധി ഡക്ക് വർത്ത് ലൂയിസ് സ്റ്റെയിൻ DLS രീതി ഉപയോഗിച്ചാണ് തീരുമാനിച്ചത്. എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന 2026 IPL സീസണിൽ LSGയെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം വളരെ നിർണായകമാണ്. ടൂർണമെന്റിന്റെ 19ാമത്തെ പതിപ്പാണ് ഇത്. മെയ് 31 വരെ 10 ശക്തരായ ടീമുകളാണ് ഇന്ത്യയിലുടനീളം കിരീടത്തിനായി പോരാടുന്നത്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായി കളത്തിലിറങ്ങിയ RCB പക്ഷേ ഇത് അത്ര എളുപ്പമുള്ള വൈകുന്നേരമായിരുന്നില്ല. LSGയുടെ സ്കോർ പിന്തുടരാൻ ശ്രമിച്ചത് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ക്രിക്കറ്റിൽ പൊതുവെ ഉപയോഗിക്കുന്ന DLS രീതി പ്രകാരം നഷ്ടപ്പെട്ട ഓവറുകളും കയ്യിലുള്ള വിക്കറ്റുകളും കണക്കിലെടുത്ത് RCBക്ക് ഒരു പുതിയ ലക്ഷ്യം നൽകുകയായിരുന്നു. മഴ പോലുള്ള അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കാരണം മത്സരങ്ങൾക്ക് തടസ്സമുണ്ടാകുമ്പോൾ കളി ന്യായമായ രീതിയിൽ പൂർത്തിയാക്കാൻ ഈ കണക്കുകൂട്ടലുകൾ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 IPLന്റെ മത്സരരീതി അനുസരിച്ച് ഓരോ ടീമും 14 ലീഗ് മത്സരങ്ങൾ കളിക്കും. പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ ആദ്യ 4 സ്ഥാനങ്ങളിൽ എത്തുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. 2 ക്വാളിഫയറുകളും ഒരു എലിമിനേറ്ററും കഴിഞ്ഞാണ് പ്ലേ ഓഫ് ഘട്ടത്തിലെ മെഗാ ഫൈനൽ നടക്കുക. പ്രത്യേകിച്ച് മഴ തടസ്സപ്പെടുത്തിയ ഈ കളിയിൽ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് കളിക്കാനുള്ള LSGയുടെ കഴിവ് ഈ സീസണിൽ അവരുടെ തന്ത്രപരമായ മികവും നിശ്ചയദാർഢ്യവും ശരിക്കും എടുത്തു കാണിക്കുന്നു. ഹൈദരാബാദിൽ നടന്ന മഴ തടസ്സപ്പെടുത്തിയ കളിയിൽ LSG ഒരു മികച്ച ടോട്ടൽ നേടി. ബാറ്റിംഗിൽ അവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അർഷിൻ കുൽക്കർണിയുടെ വേഗമേറിയ അർദ്ധ സെഞ്ചുറിയും നിക്കോളാസ് പൂരന്റെ നിർണായകമായ അവസാനഘട്ട വെടിക്കെട്ടുമടക്കം അവരുടെ മുൻനിര ബാറ്റ്സ്മാൻമാർ നൽകിയ സംഭാവനകളാണ് ഈ മികച്ച ടോട്ടൽ നേടാൻ സഹായിച്ചത്. കുൽക്കർണിയുടെ തുടക്കത്തിലെ തകർപ്പൻ ബാറ്റിംഗ് ടീമിന് നല്ലൊരു തുടക്കം നൽകി. ഇത് RCB ബൌളർമാരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം ഓവറുകൾ കുറച്ചതുകൊണ്ട് ആവശ്യമായ റൺറേറ്റ് ഉയർന്നതോടെ DLS കണക്കുകൂട്ടലുകൾ കടന്നുവന്നപ്പോൾ ചേസിംഗ് കൂടുതൽ കടുപ്പമായി. ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസിസ് ഒരു മികച്ച അർദ്ധ സെഞ്ചുറിയുടെ ഇന്നിംഗ്സിന് കരുത്തായെങ്കിലും ഷഹബാസ് അഹമ്മദിന്റെ വെടിക്കെട്ട് പ്രകടനം കണ്ടെങ്കിലും പുതുക്കിയ വിജയലക്ഷ്യം പിന്തുടരാൻ RCB പാടുപെട്ടു. മഴയോ മറ്റു കാരണങ്ങളോ കാരണം കളി തടസ്സപ്പെടുകയും ഓവറുകൾ കുറയുകയും ചെയ്യുമ്പോഴാണ് DLS നിയമം പ്രബല്യത്തിൽ വരുന്നത്. 2 ടീമുകൾക്കും ലഭ്യമായ ഓവറുകളും വിക്കറ്റുകളും കണക്കിലെടുത്ത് ഒരു നീതിയുക്തമായ വിജയലക്ഷ്യം ഉറപ്പാക്കാൻ ഒരു പ്രത്യേക ഗണിത ഫോർമുലയാണ് ഈ രീതി ഉപയോഗിക്കുന്നത്. DLS നിയമപ്രകാരം ഒരു ഫലം പ്രഖ്യാപിക്കണമെങ്കിൽ 2ാം ഇന്നിംഗ്സിൽ കുറഞ്ഞത് 5 ഓവറെങ്കിലും പൂർത്തിയാക്കണം. ഓരോ ബോളും ഓരോ വിക്കറ്റും വളരെ പ്രധാനമാകുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ ടീമുകൾക്ക് ചെയ്യേണ്ടിവരുന്ന തന്ത്രപരമായ മാറ്റങ്ങളുടെ സങ്കീർണതകൾ ഈ മത്സരം എടുത്തു കാണിച്ചു. LSG ബൌളർമാർ അവരുടെ പ്ലാനുകൾ കൃത്യമായി നടപ്പാക്കി. പ്രത്യേകിച്ചും ചേസിന്റെ നിർണായക ഘട്ടങ്ങളിൽ RCBയുടെ സ്കോറിംഗ് അവസരങ്ങൾ തടഞ്ഞു. ഇത് ഒടുവിൽ DLS നിയമപ്രകാരമുള്ള അവരുടെ വിജയത്തിലേക്ക് നയിച്ചു. ലക്നൌ സൂപ്പർ ജയന്റ്സിനെ സംബന്ധിച്ച് ഈ ജയം IPL 2026 പോയിന്റ് പട്ടികയിൽ ഒരുപാട് മുന്നിലെത്തിച്ചു. അതോടൊപ്പം പ്ലേ ഓഫ് സാധ്യതകൾക്ക് കൂടുതൽ കരുത്ത് നൽകുകയും ചെയ്തു. പ്രത്യേകിച്ച് നിലവിലെ ചാമ്പ്യന്മാരെ തോൽപ്പിച്ച ഈ ജയം LSGയുടെ കഴിവുകളും പോരാട്ടവീര്യവും മറ്റു ടീമുകൾക്ക് വലിയൊരു സന്ദേശമായി മാറിയിരിക്കുകയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ സംബന്ധിച്ച് കഴിഞ്ഞ IPL 2025 പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ച് നേടിയ കിരീടം നിലനിർത്താനുള്ള അവരുടെ പോരാട്ടത്തിൽ ഈ തോൽവി മറ്റൊരു തിരിച്ചടിയായി. നിലവിലെ ചാമ്പ്യന്മാരായിട്ടും RCBക്ക് ഈ സീസണിൽ കടുത്ത മത്സരമാണ് നേരിടേണ്ടി വരുന്നത്. സ്ഥിരതയുള്ള പ്രകടനം കണ്ടെത്താൻ അവർ ഇപ്പോഴും പാടുപെടുകയാണ്. IPL 2026 സീസണിൽ ആകെ 74 മത്സരങ്ങളാണുള്ളത്. മെയ് 24 ലീഗ് ഘട്ടം അവസാനിക്കും. തുടർന്നുണ്ടാകുന്ന പ്ലേ ഓഫ് മത്സരങ്ങളായ ക്വാളിഫയർ 1, എലിമിനേറ്റർ, ക്വാളിഫയർ 2 എന്നിവ മെയ് 31 നടക്കുന്ന ഗ്രാൻഡ് ഫൈനലിലേക്കുള്ള 2 ടീമുകളെ തീരുമാനിക്കും. നിർണായകമായ ഈ നോക്കൌട്ട് ഘട്ടങ്ങളിലേക്ക് കടക്കാൻ ടീമുകൾ ആദ്യ 4 സ്ഥാനങ്ങൾക്കായി കഠിനമായി പോരാടുകയാണ്. പോയിന്റ് സമനിലയിലായാൽ നെറ്റ് റൺ റേറ്റ് പലപ്പോഴും ഒരു നിർണായക ഘടകമായി മാറാറുണ്ട്. ലക്നൌവിലെ ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയം, ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയം, അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നിവയുൾപ്പെടെയുള്ള മറ്റ് പ്രധാന വേദികൾക്കൊപ്പം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഈ 19ാം പതിപ്പിലെ മത്സരങ്ങൾക്ക് പ്രധാന ആതിഥേയത്വം വഹിക്കുന്ന വേദികളിലൊന്നാണ്. മഴ കാരണം തടസ്സപ്പെടുന്ന മത്സരങ്ങളിൽ പലപ്പോഴും ചർച്ചയാകുന്ന DLS രീതി ആധുനിക ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ന്യായമായ കളി ഉറപ്പാക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായി നിലനിൽക്കുന്നു. പുറമേയുള്ള ഘടകങ്ങളുടെ സ്വാധീനം മത്സരഫലങ്ങളിൽ സന്തുലിതമാക്കാൻ ഇത് സഹായിക്കുന്നു.